എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു പുതിയൊരു വീഡിയോ എത്തിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. പാർട്ട് 3 ആണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UN പ്രധാനപ്പെട്ട ഏജൻസികളെ കുറിച്ചാണ്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ യുഎൻ്റെ ചരിത്രം അല്ലെങ്കിൽ രൂപീകരണ നാൾവഴികളൊക്കെ പറഞ്ഞു. രണ്ടാമത്തെ ഭാഗത്ത് നമ്മൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റി പറഞ്ഞു. മൂന്നാമത്തെ ഭാഗത്തേക്ക് എത്തുമ്പോൾ UN പ്രധാനപ്പെട്ട ഏജൻസികളെ പറ്റി നമ്മളൊന്ന് പറഞ്ഞു പോവുകയാണ്. UN 15-ലധികം ഏജൻസികളുണ്ട്. എല്ലാം ഒന്നും നമ്മൾ ഈ വീഡിയോ പറയുന്നില്ല. പ്രധാനപ്പെട്ട ഏജൻസികളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഏജൻസിയാണ് ഒന്ന് ലോകാരോഗ്യ സംഘടന, WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ളതും നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു സംഘടനയാണ് ലോകാരോഗ്യ സംഘടന. ലോകാരോഗ്യ സംഘടനയിൽ ഇപ്പോൾ 194 അംഗങ്ങളുണ്ട്. ലോകാരോഗ്യ സംഘടനയിൽ 194 അംഗങ്ങളുണ്ട്. ലോകാരോഗ്യ സംഘടന 1948 ഏപ്രിൽ 7-നാണ് സ്ഥാപിതമായിട്ടുള്ളത്. 1948 ഏപ്രിൽ 7-ന് സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായിട്ടാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ നിലവിൽ വന്നിട്ടുള്ളത്. 1948 ഏപ്രിൽ 7-ന് സ്വിറ്റ്സർലൻഡിലെ ജനീവ ആസ്ഥാനമായിട്ടാണ് ലോകാരോഗ്യ സംഘടന വന്നിട്ടുള്ളത്. ജനീവ UN ഏജൻസികളിൽ ഏറ്റവും കൂടുതൽ ആസ്ഥാനം ഉള്ള ഒരു നഗരം കൂടിയാണ് ജനീവ. നാലോളം ഏജൻസികളുടെ ആസ്ഥാനം ജനീവയിലാണ്. 1948 ഏപ്രിൽ 7-നാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നിട്ടുള്ളത്. ഈ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നുണ്ട്. ഈ ലോകാരോഗ്യ സംഘടനയുടെ പ്രധാനപ്പെട്ട സേവനങ്ങൾ ഒന്നുകിൽ ഉപദേശപരമോ സാങ്കേതികമോ ആവാം. ഉപദേശപരം എന്ന് പറയുന്നത് ഇവർ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാരെ, അതായത് സമൂഹത്തിലുള്ള വിദഗ്ധരെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് എന്താണ് പലതരത്തിലുള്ള അറിവുകൾ, ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ പരമാവധി ഇവർ ശ്രമിച്ചിട്ടുണ്ട്. പല ആർട്ടിക്കിൾസ് പബ്ലിഷ് ചെയ്തുകൊണ്ട് WHO, പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. പലതരത്തിലുള്ള പകർച്ചവ്യാധികളെല്ലാ അസുഖങ്ങളെ പറ്റിയിട്ടും ജനങ്ങളിലേക്ക് അവബോധം എത്തിക്കാൻ WHO വിദഗ്ധരെ കോർത്തിണക്കിക്കൊണ്ട് വിദഗ്ധരിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ അവർ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. അതാണ് ലോകാരോഗ്യ സംഘടനയെ പറ്റി പ്രധാനമായിട്ട് പറയാനുള്ളത്. ലോകാരോഗ്യ സംഘടന വളരെ പ്രധാനപ്പെട്ടതാണ്. UN ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏജൻസിയിൽ ഒന്നാണ്. 1948 ഏപ്രിൽ 7-നാണ്. 1948 ഏപ്രിൽ 7-ന് ഈ ഏപ്രിൽ 7 തന്നെയാണ് ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത്. ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലെ ജനീവയാണ്. 194 അംഗങ്ങൾ ലോകാരോഗ്യ സംഘടനയിലുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഒരു ഏജൻസിയെ പറ്റി പരിചയപ്പെടാണ്. നമ്മൾ പറഞ്ഞു ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനപ്പെട്ട ഏജൻസികളെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ ഏജൻസി പറയുന്നത് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ടാണ്. യുണിസെഫ് എന്ന് നമ്മൾ ചുരുക്കി പറയും. യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് 1946 ഡിസംബർ 11-ന് അമേരിക്കയിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തനം ആരംഭിച്ചു. 1946 ഡിസംബർ 11-ന് ന്യൂയോർക്ക് ആസ്ഥാനമായിട്ടാണ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് സ്ഥാപിതമായിട്ടുള്ളത്, അതായത് പ്രവർത്തനം ആരംഭിച്ചത്. ഇത് കുട്ടികൾക്ക് വേണ്ടി, അതായത് കുട്ടികളുടെ പരിപാലനത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി പലതരത്തിലുള്ള പ്രോഗ്രാംസ് ഇംപ്ലിമെന്റ് ചെയ്യലാണ് ഈ സംഘടനയുടെ പ്രധാനപ്പെട്ട ദൗത്യം. അതായത് പറഞ്ഞത് ഇതിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് 2-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ യൂറോപ്പിലെയും ചൈനയിലെയും കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ശരിക്കും യുണിസെഫ് തുടങ്ങിയത് 1946-ൽ. ഇന്ന് ലോകത്ത് ഓൾമോസ്റ്റ് എല്ലായിടത്തും ഇതിന്റെ പദ്ധതികൾ കുട്ടികളുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, കുട്ടികളുടെ ഒരു കംപ്ലീറ്റ് അപ്ലിഫ്റ്റ്മെന്റിന് വേണ്ടിയിട്ട് എല്ലായിടത്തും യുണിസെഫ് കാര്യമായ രീതിയിലുള്ള ദീർഘകാല പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. യുണിസെഫ് ദീർഘകാല പദ്ധതികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. യുണിസെഫിന്റെ ഭാഗമായിട്ട് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരു ഏജൻസി കൂടിയാണ് യുണിസെഫ്. 1946 ഡിസംബർ 11-ന് നിലവിൽ വന്നു. 1946 നിലവിൽ വന്നു. ന്യൂയോർക്കാണ് ആസ്ഥാനം. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ ന്യൂയോർക്കാണ് ആസ്ഥാനം. യുണിസെഫ് നിലവിൽ എല്ലായിടത്തും കുട്ടികൾക്ക് ദീർഘകാല ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രോഗ്രാമുകൾ സ്ഥാപിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. പറയാൻ പോകുന്ന പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത് യുനെസ്കോ ആണ്. ഒരുപാട് കേട്ടിട്ടുണ്ടാവും. യുനെസ്കോ പലതും അംഗീകൃത പദവി നൽകി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്തകളിൽ കാണുന്നതാണ്. യുനെസ്കോയുടെ ഫുൾ നെയിം യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. അത് ഇത്രയേ ഉള്ളൂ. അതായത് UN ചാർട്ടറിൽ പ്രഖ്യാപിച്ച മൗലിക സ്വാതന്ത്ര്യത്തോടൊപ്പം നീതി, നിയമവാഴ്ച, മനുഷ്യാവകാശങ്ങൾ എന്നിവയോടുള്ള സാർവത്രിക ബഹുമാനം വർദ്ധിപ്പിക്കുന്നതിന്
വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയിലൂടെ അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സമാധാനത്തിനും സുരക്ഷയ്ക്കും സംഭാവന നൽകുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതായത് നമ്മുടെ ഇതിൽ തന്നെ പറയുന്നുണ്ട്, ഇതിൻ്റെ പേരിൽ തന്നെയുണ്ട്, എഡ്യൂക്കേഷൻ, സയൻസ്, കൾച്ചർ, വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം എന്നിവയിലൂടെ, അതായത് മൗലികാവകാശങ്ങൾ, നിയമവാഴ്ച, നീതി, ഇതെല്ലാം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വിദ്യാഭ്യാസം, ശാസ്ത്രം, സംസ്കാരം ഇതെല്ലാം വളർത്തുന്നതോടൊപ്പം ഇതെല്ലാം കൂടി ഒത്തുചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു അന്താരാഷ്ട്ര സമാധാനം, ഒരു മികച്ചൊരു ലോകം പടുത്തുയർത്താൻ പറ്റും. അന്താരാഷ്ട്ര സമാധാനം പ്രോത്സാഹിപ്പിക്കുന്ന സമാധാനവും സുരക്ഷയും ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. യുനെസ്കോയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. യുനെസ്കോയിൽ 192 രാജ്യങ്ങളുണ്ട്. 192 രാജ്യങ്ങളുണ്ട് യുനെസ്കോയിൽ. 192 രാജ്യങ്ങൾ. നമ്മുടെ UN-ൽ 193 രാജ്യമുള്ളത്. അപ്പോൾ നമുക്കൊരു സംശയം ഉണ്ടാവും, അല്ല അപ്പോൾ അതേതാ ഒരു രാജ്യം ഏതാണെന്ന് നമുക്കൊരു സംശയം ഉണ്ടാവും അല്ലേ? ഒരു രാജ്യമല്ല, 3-4 രാജ്യങ്ങൾ UN-ൽ അംഗമായിട്ടും യുനെസ്കോയുടെ ഭാഗമല്ലാണ്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട നമ്മൾ പറഞ്ഞ 2 രാജ്യമാണ്. ഒന്ന് ഇസ്രയേലും മറ്റൊന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും. ഇവർ രണ്ടും യുനെസ്കോയുടെ ഭാഗമല്ല. ഈ യുനെസ്കോയുടെ സ്ഥാപക അംഗമാണ് അമേരിക്ക, പക്ഷെ അവരിപ്പോൾ അതിൻ്റെ ഭാഗമല്ല. അത് പറയുന്നത് ഈ യുനെസ്കോൻ്റെ പല നിലപാടുകളും അല്ലെങ്കിൽ നടപടികളും പലസ്തീൻ അനുകൂലമാണെന്ന് പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ 2 രാജ്യങ്ങൾ ഇസ്രയേലും അമേരിക്കയും യുനെസ്കോയിൽ നിന്ന് പിന്മാറിയത്. 2018 മുതൽ ഈ 2 ഇസ്രയേലും അമേരിക്കയും 2018 മുതൽ യുനെസ്കോൻ്റെ അംഗമല്ല. ഓക്കെ, 192 രാജ്യങ്ങളാണുള്ളത്. 6 അസോസിയേറ്റ് അംഗങ്ങളും ഉണ്ട് കേട്ടോ. 6 അസോസിയേറ്റഡ് അംഗങ്ങളും യുനെസ്കോയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ആസ്ഥാനം പാരീസാണ്. ഫ്രാൻസിലെ പാരീസിലാണ് യുനെസ്കോയുടെ ആസ്ഥാനം. നിലവിൽ വരുന്നത് 1946 നിലവിൽ വരുന്നത് 1946 നിലവിൽ വരുന്നത്. ലോകത്തിൽ മൊത്തത്തോളമായി 50-ലധികം കാര്യാലയങ്ങൾ യുനെസ്കോക്കുണ്ട്. ലോകത്തിൽ മൊത്തത്തിലായിട്ട് 50-ലധികം കാര്യാലയങ്ങളുണ്ട്. 50-ലധികം കാര്യാലയങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു കാര്യാലയം ഒരു 3-4 രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് 3-4 രാജ്യത്തിന് വേണ്ടിയിട്ട് അങ്ങനെയാണ് മൊത്തത്തിൽ 50 എണ്ണം ഉള്ളത് എന്ന് മനസ്സിലാക്കാം. ഇനി ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വെക്കുന്നത് 5 കാര്യങ്ങൾക്കാണ്. ഇത് പ്രധാനമായിട്ട് 5 മേഖലയിലാണ് യുനെസ്കോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വളരെ പ്രധാനമാണ്. 5 മേഖലയിലാണ് യുനെസ്കോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അതിൽ 1 വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ. 2 പ്രകൃതിശാസ്ത്രം. മറ്റൊന്ന് സാമൂഹിക മാനവശാസ്ത്രങ്ങൾ. സംസ്കാരം, വിവരവിനിമയം. ഈ 5 മേഖലയിലാണ് യുനെസ്കോ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 5 മേഖലയാണ് വിദ്യാഭ്യാസം, പ്രകൃതിശാസ്ത്രം, സാമൂഹിക മാനവശാസ്ത്രങ്ങൾ, സംസ്കാരം, വിവരവിനിമയം. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഏജൻസിയാണ് വേൾഡ് ബാങ്ക്. ഇത് ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ബാങ്കിങ് സ്ഥാപനമാണ് വേൾഡ് ബാങ്ക്. ഐക്യരാഷ്ട്രസഭയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു അന്താരാഷ്ട്ര ബാങ്കിങ് സ്ഥാപനമാണ് വേൾഡ് ബാങ്ക്. ശരിക്കും ഇതിൻ്റെ പേര് IBRD എന്നാണ്. ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. IBRD, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. ലോക ബാങ്ക് എന്ന പേരിലും അറിയപ്പെടുന്നു. അതായത് ഇത് പറയുന്നത് യുദ്ധക്കെടുതി മൂലം രാജ്യങ്ങൾക്ക് നഷ്ടം, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒന്ന് സഹായിക്കണം, അല്ലെ അവരെ ഒന്ന് പുനർനിർമ്മിക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി സ്ഥാപിച്ചിട്ടുള്ളതാണ് ഈ ലോക ബാങ്ക്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം മാറ്റുകയും ജീവിത നിലവാരം ഉയർത്തുകയും ചെയ്യുകയാണ്. വികസ്വര രാജ്യങ്ങളിലെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം കുറച്ചു കൊണ്ടുവരികയും അവരുടെ ജീവിത നിലവാരം ഉയർത്തുകയും ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ്. മറ്റൊന്ന് പറയുന്നത് അംഗരാഷ്ട്രങ്ങൾക്ക് പുനർനിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുക എന്നുള്ളതാണ്. അതായത് അംഗരാഷ്ട്രങ്ങൾക്ക് പുനർനിർമ്മാണ വികസന പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുക. അതായത് ഈ പുനർനിർമ്മാണ വികസന പ്രവർത്തനം ഇത് സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാക്കാണ്. ഇത് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പല രാജ്യങ്ങളും തകർന്നു പോയിട്ടുണ്ട്. പല രാജ്യങ്ങളും വളരെ സാമ്പത്തിക നഷ്ടത്തിലും പല രാജ്യങ്ങളിലും യുദ്ധക്കെടുതി മൂലം അല്ലാതെ ദുരിതം അനുഭവിച്ചിരുന്ന സമയമാണ്. അപ്പോൾ ആ രാജ്യത്തിൽ നിന്ന് പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള സഹായം ലോകബാങ്ക് നൽകും. അതിന് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളൊന്നാണ്. സഹായം നൽകും, വായ്പയായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട്. അതായത്
വായ്പയുടെ രീതിയിലൊക്കെ നൽകും. സ്വയം മൂലധനം ലഭിച്ചില്ലെങ്കിൽ, സ്വയം മൂലധനത്തിനുള്ള പ്രാപ്തി ഇല്ലെങ്കിൽ വായ്പയായിട്ട് ലോകബാങ്ക് അവർക്കത് നൽകാറുണ്ട്. അതുപോലെ സ്വകാര്യ മേഖലയ്ക്ക് വായ്പ നൽകുക, അതായത് സ്വകാര്യ മേഖല അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സ്വകാര്യ മേഖലകൾക്ക് ഗവൺമെൻറ്റിൻ്റെ ഉറപ്പോടുകൂടി സ്വകാര്യ മേഖലകൾക്ക് വായ്പ നൽകുക, അവരെ സഹായിക്കുക എന്നുള്ളത് കൂടി ലോകബാങ്കിൻ്റെ ലക്ഷ്യമാണ്. അടുത്ത പ്രധാനപ്പെട്ടതാണ് 1996 മുതൽ അഴിമതിക്കെതിരെ, അതായത് അംഗരാജ്യങ്ങളിലെ അഴിമതിക്കെതിരെയുള്ള പ്രവർത്തനം ലോകബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും അഴിമതിക്കെതിരെയുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ട ഒരു സ്ഥാപനമാണോ വേൾഡ് ബാങ്ക്, നമ്മൾ ചിന്തിക്കും. പക്ഷേ 1996 മുതൽ അതുണ്ട്. അഴിമതിക്കെതിരെയുള്ള പോരാട്ടം തുടരുന്ന ഒരു ഐക്യരാഷ്ട്രസഭയുടെ ഒരു ഏജൻസിയാണ് ലോകബാങ്ക്. അഴിമതിക്കെതിരെയുള്ള അംഗരാജ്യങ്ങളിലെ അഴിമതിക്കെതിരെയുള്ള പ്രവർത്തനം 1996 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അത് ബാങ്കിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം മാറിയിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ബാങ്കിന്റെ രാഷ്ട്രീയതര നിലപാട് പ്രഖ്യാപിക്കുന്ന, അതായത് UN ചാർട്ടറിലെ ആർട്ടിക്കിൾ 10 ഒരു രാഷ്ട്രീയതര നിലപാട് പ്രഖ്യാപിക്കുന്നതിന്റെ ലംഘനമാണ് എന്നൊരു വിമർശനം കൂടിയുണ്ട്. അത് വിമർശനമാണ്, ആർട്ടിക്കിൾ 10 ഒരു ലംഘനമാണ്. രാഷ്ട്രീയതര നിലപാടിന് പ്രഖ്യാപിക്കുന്ന ആർട്ടിക്കിൾ 10 ലംഘനമാണെന്നുള്ളൊരു വിമർശനം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ അഴിമതിക്കെതിരെയുള്ള ഈ ഒരു പ്രവർത്തനം 1996 മുതലാണ് ലോകബാങ്ക് ഇതൊരു ഉദ്ദേശ ലക്ഷ്യമായി തുടങ്ങിയത്, അതായത് അഴിമതിക്കെതിരെയുള്ള പ്രവർത്തനം. ഇത് എവിടെയാണ്? ഇതിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC ആണ്. വാഷിംഗ്ടൺ DC ആണ് ആസ്ഥാനം. ഇത് 1944 ബ്രട്ടൺ വുഡ് കോൺഫറൻസിൽ വെച്ച് ഇതിന് രൂപം കൊടുത്തു. 1944 ബ്രട്ടൺ വുഡ് കോൺഫറൻസ് വെച്ച് രൂപം കൊടുത്തു. 1945 ഡിസംബർ 27 സ്ഥാപിതമായി. 1945 ഡിസംബർ 27 സ്ഥാപിതമായി. 1946 ജൂൺ 25 പ്രവർത്തനം ആരംഭിച്ചു. 1944 ബ്രട്ടൺ വുഡ് കോൺഫറൻസിൽ വെച്ചാണ് ഇത് രൂപീകരിച്ചത്. 1945 ഡിസംബർ 27 ഇത് സ്ഥാപിതമായി. 1946 ജൂൺ 25 ഇത് പ്രവർത്തനം ആരംഭിച്ചു. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ലോകബാങ്കിനെ പറ്റി പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വേൾഡ് ബാങ്കിൽ ഇപ്പോൾ 189 രാജ്യങ്ങളാണുള്ളത്. 189 രാജ്യം. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് അജയ് ബംഗയാണ്. ഇന്ത്യൻ വംശജനാണ്. ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽഡാണ്. ഇന്ത്യൻ വംശജനായിട്ടുള്ള അജയ് ബംഗയാണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് എന്ന് ഓർത്തിരിക്കുക. അടുത്തൊരു പ്രധാനപ്പെട്ട ഏജൻസി എന്ന് പറയുന്നത്, 5ാമത്തെ പ്രധാനപ്പെട്ട ഏജൻസി നമ്മൾ പഠിക്കുന്നത് അന്താരാഷ്ട്ര നാണയനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. അന്താരാഷ്ട്ര നാണയനിധി 190 രാജ്യങ്ങളാണ് ഇതിലുള്ളത്. വാഷിംഗ്ടൺ DC തന്നെയാണ് ഇതിന്റെ ആസ്ഥാനം. നമ്മുടെ വേൾഡ് ബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ DC എന്ന് പഠിച്ചു. അതുപോലെ തന്നെ അന്താരാഷ്ട്ര നാണയനിധിയുടെ ആസ്ഥാനം വാഷിംഗ്ടൺ DC തന്നെയാണ്. 1945 സ്ഥാപിതമായി. അതായത് 1944 ബ്രട്ടൺ വുഡ് കോൺഫറൻസിൽ രൂപീകരിച്ചു. 1945 ഡിസംബർ 27 1945 ഡിസംബർ 27 സ്ഥാപിച്ചു. 1946 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചു. 1946 മാർച്ച് 1 പ്രവർത്തനം ആരംഭിച്ചു. അതായത് 1944 ബ്രട്ടൺ വുഡ് കോൺഫറൻസിൽ ഇത് രൂപീകരിച്ചു. 1945 ഡിസംബർ 27 ഇത് സ്ഥാപിതമായി, ഒഫീഷ്യലി ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു. 1946 മാർച്ച് 1 ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. ഇതാണ് അന്താരാഷ്ട്ര നാണയനിധി, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. എന്താണിത്? അതാണ് പ്രധാനം അല്ലേ? ഒന്നുമില്ല. അതായത് രാജ്യാന്തര വ്യാപാരത്തിനും വിനിമയത്തിനും സൗകര്യമൊരുക്കുക, അംഗരാജ്യങ്ങൾക്ക് ബജറ്റ്, ധനകാര്യം, വിദേശ വിനിമയം എന്നിവ സംബന്ധിച്ചിട്ടുള്ള സാങ്കേതിക സഹായം നൽകുക, വിനിമയ നിരക്ക് തിട്ടപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. അതായത് വിനിമയ നിരക്ക് പെട്ടെന്ന് വിനിമയ നിരക്ക് ഉയർത്താൻ അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ ഒരു റൂളും പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. വിനിമയ നിരക്ക് നിശ്ചയിക്കുക, വിനിമയ നിരക്കിനെ പറ്റിയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ രാജ്യങ്ങൾക്ക്, അംഗരാജ്യങ്ങൾക്ക് എന്തെങ്കിലും സംശയം, ബജറ്റ്, ധനകാര്യം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതിന് ഉത്തരം കൊടുക്കൽ, അതിൻ്റെ വിനിമയ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള എന്ത് സംശയത്തിന് ഉത്തരം നൽകൽ, ഇതൊക്കെയാണ് അന്താരാഷ്ട്ര നാണയനിധിയിലെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. രാജ്യാന്തര വ്യാപാരത്തിനും വിനിമയത്തിനും സൗകര്യം ഒരുക്കുക, അംഗരാജ്യങ്ങൾക്ക് ബജറ്റ്, ധനകാര്യം, വിദേശ വിനിമയം എന്നിവ സംബന്ധിച്ചുള്ള സാങ്കേതിക സഹായം നൽകുക,
വിനിമയ നിരക്ക് തിട്ടപ്പെടുത്തുന്നതിനും നിയന്ത്രിക്കുന്നതിനും സഹായിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇതൊക്കെയാണ് അന്താരാഷ്ട്ര നാണയ നിധിയെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ഏജൻസി ലോക വ്യാപാര സംഘടന, WTO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. WTO ഇത് രാഷ്ട്രാന്തര വ്യാപാര നിയമങ്ങൾ രൂപവത്കരിക്കുന്നതിനായുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. രാഷ്ട്രാന്തര വ്യാപാര നിയമങ്ങൾ രൂപവത്കരിക്കുന്നതിനായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ഇത് 1948 ജനുവരി 1 നിലവിൽ വന്ന ഗാട്ട് കരാർ. 1948 ജനുവരി 1 നിലവിൽ വന്ന ഗാട്ട് കരാർ ആണ് പിന്നീട് 1995 ജനുവരി 1 WTO ആയി മാറുന്നത്, അതായത് ലോക വ്യാപാര സംഘടനയായി മാറുന്നത്. ആദ്യം ഇത് 1948 ഗാട്ട് കരാറായിരുന്നു, ജനറൽ അഗ്രിമെന്റ് ഓഫ് ടാരിഫ് ആൻഡ് ട്രേഡ്. ഗാട്ട് ആയിരുന്നു ആദ്യം 1948. പിന്നീട് 1995 ജനുവരി 1 ലോക വ്യാപാര സംഘടനയായിട്ട് മാറി. 1994 ഏപ്രിൽ 15 മൊറോക്കോയിലെ മാരക്കേഷിൽ നടന്ന സമ്മേളനത്തിലാണ് ഈ ലോക വ്യാപാര സംഘടനയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നത്. അങ്ങനെയാണ് ലോക വ്യാപാര സംഘടന 1995 ജനുവരി 1 നിലവിൽ വന്നത്. ഡെങ്കൽ വ്യവസ്ഥയാണ് ഇതിന് നേതൃത്വം ഇത് ഉണ്ടാവാൻ കാരണം. അതായത് ഈ 1980 മുതൽ 93 വരെ ഈ ഗാട്ടിന്റെ പ്രധാനപ്പെട്ട പ്രസിഡന്റ്, ഗാട്ടിന് നേതൃത്വം കൊടുത്ത വ്യക്തിയാണ് ആർതർ ഡെങ്കലാണ് ഈ ലോക വ്യാപാര സംഘടനയുടെ പ്രപ്പോസൽ മുന്നോട്ട് വെച്ചത്. അപ്പോൾ ഡെങ്കൽ വ്യവസ്ഥയ്ക്ക് ഇതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. 153 അംഗങ്ങളാണ് ഇതിലുള്ളത്, 153 അംഗങ്ങൾ. അപ്പോൾ നമുക്കൊരു സംശയം വരും, മറ്റ് സംഘടനകളിലൊക്കെ ഒരു 190, 192, 194, 189 ഒക്കെ ഉണ്ട്. ഇവിടെ മാത്രം എന്താ ഒരു 153? ഒന്നുമില്ല, സംഭവമൊന്നുമില്ല. ഇതിൽ ഈ 153 അംഗങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ ഒറ്റ രാജ്യമായിട്ടാണ് നിൽക്കുന്നത്. യൂറോപ്യൻ യൂണിയൻ, മറ്റ് സംഘടനകളിലൊക്കെ യൂറോപ്യൻ യൂണിയനിലുള്ള എല്ലാ രാജ്യങ്ങളും ഓരോ അംഗങ്ങളായിട്ട് നിലനിൽക്കുമ്പോൾ ഇതിൽ 153 അംഗങ്ങളിൽ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നത് ഒന്നായിട്ടാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് കുറവ് സംഖ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്തതിൻ്റെ പ്രധാനപ്പെട്ട തത്വങ്ങളാണ്, ലോക വ്യാപാര സംഘടന പ്രധാനപ്പെട്ട തത്വങ്ങളാണ്. ഒന്ന് പറഞ്ഞാൽ വിവേചന രഹിതമാണ്. അതായത് ഒരു ഫേവറിസം ഇല്ല, ആരോടും ഒരു ഫേവറേറ്റ് ആയിട്ടൊരു നാഷണൽ കാര്യങ്ങളൊന്നുമില്ല. വിവേചന രഹിതമായിട്ട് എല്ലാവരെയും തുല്യമായിട്ട് കാണാൻ ലോക വ്യാപാര സംഘടന ചെയ്യുന്നുണ്ട്. എല്ലാവരും വിവേചന രഹിതമാണ്. അടുത്ത ന്യായമായ മത്സരമാണ്. ന്യായമായ മത്സരം പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ പൂഴ്ത്തി വെക്കൽ ആഭ്യന്തര വിപണിയിൽ അല്ലെങ്കിൽ പൂഴ്ത്തി വെക്കൽ അതൊന്നും ലോക വ്യാപാര സംഘടന അനുവദിക്കില്ല. ഈ ആഭ്യന്തര വിപണിയിൽ വിൽക്കാത്ത സാധനങ്ങൾ വിദേശത്തേക്ക് എത്തിച്ച് വിദേശ വിപണിയിൽ വമ്പിച്ച വിലയിൽ വിൽക്കുക, അതൊന്നും ലോക വ്യാപാര സംഘടന തടയുന്നുണ്ട്. ന്യായമായ മത്സരത്തെ അവർ പ്രോത്സാഹിപ്പിക്കും. പെട്ടെന്ന് സുതാര്യതയാണ്. ഇത് സുതാര്യതയുള്ള കാര്യമാണ്. എല്ലാ അറിയിപ്പുകളും കാര്യങ്ങളും ഇതിൽ അംഗങ്ങളായിട്ടുള്ള രാജ്യങ്ങൾക്ക് കൈമാറുക, എല്ലാത്തിനും ഒരു സുതാര്യതയുണ്ട്, അറിയിപ്പുകളുണ്ട്. പെട്ടെന്ന് പ്രവചന ശേഷിയാണ്. പ്രവചന ശേഷി എന്ന് പറയുന്നത് അതായത് ഈ പെട്ടെന്നൊരു രാജ്യം ഇറക്കുമതി കയറ്റുമതിയൊക്കെ കൂട്ടുക, അനധികൃതമായി നിയമത്തിനനുസൃതമല്ലാണ്ട് നിയമം ലംഘിച്ചുകൊണ്ട് കയറ്റുമതി ഇറക്കുമതിയൊക്കെ കൂട്ടുക, വമ്പിച്ച ലാഭം കൊയ്യുക, ഇതൊക്കെ ലോക വ്യാപാര സംഘടന എതിരാണ്. അതൊക്കെ തടയും. പെട്ടെന്ന് തർക്ക പരിഹാരമാണ്. ഈ അംഗരാജ്യങ്ങൾക്കിടയിൽ നമുക്ക് തർക്കങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാൻ വേണ്ടി ഒരു ബൈൻഡിങ് സംവിധാനമാണ് ലോക വ്യാപാര സംഘടന. അപ്പോൾ പ്രധാനപ്പെട്ട തത്വങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞാൽ വിവേചന രഹിതമാണ്, വിവേചനമില്ല, ഒരു ഫേവറിസും ഇല്ല. മറ്റൊന്ന് ന്യായപരമായ മത്സരമാണ്, ന്യായമായ മത്സരത്തെ പ്രോത്സാഹിപ്പിക്കും. മറ്റൊന്ന് സുതാര്യതയാണ്, പ്രത്യേക ട്രാൻസ്പെറൻസി ഉണ്ട്, എല്ലാ കാര്യങ്ങളും അറിയിപ്പുകളും കാര്യങ്ങളും രാജ്യങ്ങൾ കൈമാറും. മറ്റൊന്ന് പ്രവചനശേഷിയാണ്. പെട്ടെന്നുള്ള മാർക്കറ്റിലുണ്ടാകുന്ന ഇറക്കുമതി കയറ്റുമതി പെട്ടെന്നൊരു രാജ്യത്തിന് വർദ്ധിപ്പിച്ച് ഭയങ്കര അനധികൃതമായിട്ട് പൈസ ഉണ്ടാക്കാൻ, അനധികൃതമായിട്ട് വമ്പിച്ച് ലാഭം ചെയ്യാൻ അനുവദിക്കില്ല. പെട്ടെന്ന് തർക്ക പരിഹാരം, ഇത് അംഗരാഷ്ട്രങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള സംവിധാനവും ലോക വ്യാപാര സംഘടനയ്ക്കുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ 6 പ്രധാനപ്പെട്ട യുഎൻ്റെ പ്രധാനപ്പെട്ട 6 ഏജൻസികളെ പറ്റിയിട്ട് നമ്മളിന്ന് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാനുള്ളത്. നമ്മൾ ഇതോടുകൂടി നമ്മുടെ UN എന്നുള്ള ഐക്യരാഷ്ട്ര സംഘടന അല്ലെ ഐക്യരാഷ്ട്രസഭ എന്ന ടോപ്പിക് ഇതോടുകൂടി അവസാനിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ പാർട്ട് 1 അതിൻ്റെ ചരിത്രം, രൂപീകരണ നാൾവഴികളൊക്കെ പറഞ്ഞു. 2ാമത്തെ വീഡിയോയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറഞ്ഞു. 3ാമത്തെ വീഡിയോയിൽ അതിലെ പ്രധാനപ്പെട്ട ഏജൻസികളും പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.